ഈസ്റ്റർലിൻ പാരഡോക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് മനുഷ്യ ജീവിതത്തിൽ, ഒരു സൈക്കോളജി. എന്താന്ന് വെച്ചാൽ നമുക്ക് സന്തോഷം വേണമല്ലോ. അപ്പോൾ ചെറുപ്പം മുതലേ നമുക്ക് കുറേ ആഗ്രഹങ്ങളും ഗോളുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോ ലൈഫിന്റെ ഘട്ടത്തിൽ നമ്മൾ ഈ ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ നടക്കും. കാറ് മേടിച്ചു, വീട് മേടിച്ചു, പെണ്ണ് കെട്ടി, 4 കുട്ടികളായി, ലോകം കറങ്ങി, ബാങ്ക് ബാലൻസ് ആയി, അങ്ങനെ എല്ലാം റെഡിയായ ഒരു സ്റ്റേജ് വരും. അത് ബിസിനസ്സിൽ വരുന്ന ഒരു സ്റ്റേജാണ്. ആ സ്റ്റേജിനാണ്, അവിടെയാണ് നമ്മൾ ഈസ്റ്റർലിൻ പാരഡോക്സിന്റെ ഒരു പോയിന്റ്. നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല, രാവിലെ എഴുന്നേൽക്കാൻ മൂഡ് വരില്ല, എനർജി വരില്ല, മോട്ടിവേഷൻ വരില്ല. അപ്പൊ പൈസ ഇനി നമുക്ക് സന്തോഷം തരാൻ പറ്റും. പണമാണ് ഹാപ്പിനെസ്. അർത്ഥമില്ലാത്ത പണം വരും കയ്യിൽ. അവിടുന്ന് അങ്ങോട്ട് മനുഷ്യന് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ എഴുന്നേറ്റിട്ട് ബാത്തബിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യണം നമുക്ക് തോന്നും. കഞ്ചാവ് അടിച്ചു, അപ്പൊ സാമ്പത്തികമായിട്ട് പൊട്ടും. നമ്മുടെ അടുത്ത ആവശ്യത്തിന് പൈസ ഉണ്ടല്ലോ. മനുഷ്യന് ഒരു റുക്കിയ ഫൗണ്ടേഷൻ വേണം. വീടുണ്ടാക്കണമെങ്കിൽ 100 ഔട്ട്ലെറ്റ് പോരാ. അയാള് ജീവിതത്തിൽ നാശത്തിന്റെ പാതയിലാണ്. സ്ട്രോങ് പർപ്പസ് വേണം. ട്രാവൽ ചെയ്ത് അടിച്ചു പൊളിക്കാന്നേ അമേരിക്ക ടിക്കറ്റ് എടുക്കും. പൈസ ഉണ്ട്, സാമൂഹ്യ ബോധമില്ല. പൈസ ഉണ്ടായിട്ട് കുടുങ്ങും. എനിക്ക് വീട് വെക്കാനും ആവരുത് ബിസിനസ്. ചില കമ്പനികൾ നല്ല വളർച്ചയിൽ നല്ല സക്സസ്സിലായിരിക്കും, എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർ താഴേക്ക് ഇടിഞ്ഞു വീഴുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിനൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് എന്തായിരിക്കും? അതൊരു ട്രെൻഡാ. ഓരോ ബിസിനസ്സിനും ഓരോ സ്റ്റേജ് ഉണ്ട്. അത് ഒരു സ്ട്രഗിൾ ഫേസ് ഉണ്ടാവും, ലൈഫിനും സ്ട്രഗിൾ ഫേസ് ഉണ്ടാവും, ഒന്ന് സെറ്റായ ഫേസ് ഉണ്ടാവും, പിന്നെ ഒരു ഗ്രോത്ത് ഫേസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ലൈഫിൽ എന്താ സംഭവിക്കുന്നുണ്ട്, ഈസ്റ്റർലിൻ പാരഡോക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് മനുഷ്യ ജീവിതത്തിൽ, ഒരു സൈക്കോളജി. എന്താന്ന് വെച്ചാൽ നമുക്ക് സന്തോഷം വേണമല്ലോ. അപ്പോൾ ചെറുപ്പം മുതലേ നമുക്ക് കുറേ ആഗ്രഹങ്ങളും ഗോളുകളും ഒക്കെ ഉണ്ടാവും. വീട് വാങ്ങണം, കാറ് വാങ്ങണം, കല്യാണം കഴിക്കണം, യാത്ര ചെയ്യണം, സമ്പത്തുണ്ടാക്കണം, ഭക്ഷണം കഴിക്കണം, കുറേ സ്വപ്നങ്ങൾ എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ടല്ലോ. ഉറപ്പായിട്ടും ഏറ്റവും വലിയൊരു ആഗ്രഹം, എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ പുറത്തൊക്കെ പോകണം, സ്ഥലങ്ങൾ കാണണം എന്നുള്ളതാണ്. ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം അറൗണ്ട് 45 രാജ്യങ്ങളിൽ യാത്ര ചെയ്തു. അപ്പോൾ അങ്ങനെ ഓരോ നമ്മളെ ലൈഫിൻ്റെ ഇപ്പം 43 വയസ്സായി. അപ്പോൾ ഓരോ ലൈഫിൻ്റെ ഘട്ടത്തിൽ നമ്മൾ ഈ ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ നടക്കും. കാറ് മേടിച്ചു, വീട് മേടിച്ചു, പെണ്ണ് കെട്ടി, 4 കുട്ടികളായി, ലോകം കറങ്ങി, ബാങ്ക് ബാലൻസ് ആയി, അങ്ങനെ എല്ലാം റെഡിയായ ഒരു സ്റ്റേജ് വരും. അത് ബിസിനസ്സിൽ വരുന്ന ഒരു സ്റ്റേജാണ്. ആ സ്റ്റേജിനാണ്, അവിടെയാണ് നമ്മൾ ഈസ്റ്റർലിൻ പാരഡോക്സിൻ്റെ ഒരു പോയിന്റ്. ഇനി അങ്ങോട്ട് എത്ര കോടി രൂപ വന്നാലും നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. രാവിലെ എഴുന്നേൽക്കാൻ മൂഡ് വരില്ല, എനർജി വരില്ല, മോട്ടിവേഷൻ വരില്ല. അപ്പൊ പൈസ ഇനി നമുക്ക് സന്തോഷം തരാൻ പറ്റില്ല. മറ്റത് മോർ മണി മോർ ഹാപ്പിനെസ് ആണ്. ചിലപ്പോൾ അപ്പൊ നമ്മൾ വിചാരിക്കും പണമാണ് ഹാപ്പിനെസ്. കറക്റ്റ്, ഇനീഷ്യൽ സ്റ്റേജിൽ പണമാണ് ഹാപ്പിനെസ്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പണമല്ല ഹാപ്പിനെസ്. പണത്തിന് നമുക്ക് സന്തോഷം തരാൻ പറ്റാത്ത ഒരു സ്റ്റേജ് വരും. അപ്പൊ മനുഷ്യന് ഇനി എന്ത് ചെയ്യണം, സന്തോഷം ഇപ്പൊ എവിടുന്ന് കിട്ടും എന്നുള്ളൊരു അന്വേഷണം. അതായത് പൈസ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, ആവശ്യത്തിലധികം ഉണ്ട്. അപ്പൊ ഇനിയിപ്പം 2 കാർ ഉപയോഗിച്ചാലും 3 കാർ ഉപയോഗിച്ചാലൊക്കെ സെയിം കാറിന്റെ പാഷൻ തന്നെയല്ലേ കിട്ടുള്ളൂ. അപ്പൊ എല്ലാം ഒരു ഡ്രസ്സ് ഇടാൻ പറ്റുള്ളൂ, ഒരു നേരത്ത് ഭക്ഷണം വയറ് നിറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ഒരു അർത്ഥമില്ലാത്ത പണം വരും കയ്യിൽ. അവിടുന്ന് അങ്ങോട്ട് മനുഷ്യന് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം രാവിലെ എഴുന്നേൽക്കാൻ കാരണങ്ങളൊന്നുമില്ല. രാവിലെ എഴുന്നേറ്റിട്ട് ബാത്തബിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യണം എന്നൊക്കെ തോന്നും, അല്ലെങ്കിൽ കൈ മുറിക്കണം എന്നൊക്കെ തോന്നും. അപ്പൊ നമ്മൾ എനർജി കണ്ടെത്താൻ ഭയങ്കരമായിട്ട് ഇടങ്ങാറാവും ആ സമയത്ത്. അപ്പൊ ആളുകൾ ചിലപ്പം കഞ്ചാവ് അടിച്ചു നോക്കും, ഡ്രഗ് അടിച്ചു നോക്കും, പെണ്ണ് ഓടിച്ചു നോക്കും, മറ്റേ ഗാംബ്ലിങ് നടത്തി നോക്കും, കുതിരപ്പന്തയം വെച്ച് നോക്കും, മറ്റേ കാസിനോയിൽ പോയി കളിച്ചു നോക്കും. അങ്ങനെ ത്രില്ലടിക്കുന്ന പല കാര്യങ്ങളും ചെയ്തു നോക്കും. അതിലൊന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അങ്ങനെ അവിടെയാണ് കുത്തഴിഞ്ഞു പോയി. നിങ്ങൾ കണ്ടോ? അപ്പൊ ചിലപ്പോൾ പെണ്ണ് കേസിൽ കൊടുക്കും, ചിലപ്പോൾ ഗാംബ്ലിങ്ങിൽ സാമ്പത്തികമായിട്ട് പൊട്ടും, അതല്ലെങ്കിൽ ഡ്രഗ് അടിച്ചിട്ട് നശിച്ചു പോകും. അങ്ങനെ ഈ സന്തോഷം അന്വേഷിച്ച് നടന്ന് അയാൾ നഷ്ടപ്പെടുക ചെയ്യും. അപ്പൊ ആ ഒരു സ്റ്റേജിൽ ബിസിനസ്സുകാർ എത്തുന്നതിന്റെ മുമ്പ് അയാൾ ചെയ്യേണ്ടത്, എല്ലാ സ്റ്റേജ് ഓഫ് ബിസിനസ്സിലും നമുക്ക് അടുത്ത വിഷൻ ഉണ്ടായിരിക്കണം. പക്ഷേ നമ്മുടെ അടുത്ത ആവശ്യത്തിന് പൈസ ഉണ്ടല്ലോ, പിന്നെ ഇപ്പൊ എന്തിനാ അടുത്ത വിഷൻ? ഇപ്പൊ 100 ഔട്ട്ലെറ്റ് ഉണ്ട്, അത്യാവശ്യം പൈസ ഉണ്ട്, ഇനി എന്തിനാ ഇപ്പൊ 200? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ആദ്യം മനുഷ്യന് ഒരു റുക്കിയ ഫൗണ്ടേഷൻ വേണം. 1000 വീടുകൾ ഉണ്ടാക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് ആദ്യം വേണം. 1000 വീട് ഉണ്ടാക്കണമെങ്കിൽ 100 ഔട്ട്ലെറ്റ് പോരാ, 500 ഔട്ട്ലെറ്റ് വേണം. ഓരോ ഔട്ട്ലെറ്റ് നമുക്ക് ഓരോന്നുണ്ടാക്കാം. അപ്പൊ ആ ഒരു സാമൂഹ്യ ബോധം, നമ്മുടെ ഇമോഷനുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ പർപ്പസ് നമുക്ക് വേണം. എന്നിട്ട് ആ സോഷ്യൽ പർപ്പസിന് വേണ്ടിയായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ എത്ര ഔട്ട്ലെറ്റ് ആയാലും നമുക്ക് മതിയാവില്ല. കാരണം നമുക്ക് ഇവിടെ 1000 ഉള്ളത് 2000 വീട് ഉണ്ടാക്കാലോ, 2000 വിധവകളെ സംരക്ഷിക്കാലോ, 2000 ഓർഫനുകളെ സംരക്ഷിക്കാലോ. അല്ലാതെ ഒരു പർപ്പസ് ഉണ്ട് എല്ലാത്തിനും എന്നുള്ള ഒരു സംഭവം. ബിസിനസ് ആക്ച്വലി ആരും അവനവന് കഞ്ഞി കുടിക്കാൻ വേണ്ടി തുടങ്ങുന്ന ഒരു സാധനമല്ല. ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് സമൂഹത്തെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. നമുക്ക്
ഇപ്പൊ നമുക്ക് പല കമ്പനികളിലായിട്ട് നമുക്ക് ഏകദേശം 2000-ലധികം എംപ്ലോയീസ് ഉണ്ട്, GCCയിലും ഇന്ത്യയിലും ആയിട്ട് എല്ലാ കമ്പനികളും കൂട്ടാണെങ്കിൽ. അപ്പൊ ഇത്രയും കുടുംബങ്ങൾക്ക് നമുക്ക് സാലറി കൊടുക്കാൻ പറ്റണില്ലേ? ഒന്ന്, അതിലൂടെ എല്ലാം വരുമാനം വരുന്നില്ല. അവിടെയല്ലേ നമ്മളിവിടെ ഈ ഒരു സോഷ്യൽ ബിൽഡ് നടത്തുന്നത്, വീടുകൾ വെക്കുന്നത്, കുട്ടികളെ സംരക്ഷിക്കുന്നത്, വിധവകളെ സംരക്ഷിക്കുന്നത്. അപ്പം അതിലൊരു എക്സൈറ്റ്മെന്റ് വരാനുണ്ട്, അതിലൊരു പാഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേജിന്മേൽ കയറുമ്പോ കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അതിനേക്കാൾ വലിയ യൂഫോറിയാണ് എന്ത്, ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റുമായിട്ട് നമ്മൾ ഫിസിക്കലി ഇറങ്ങണം കേട്ടോ. സമ്പത്ത് ചെലവഴിച്ചാൽ പോരാ, നമ്മൾ ഫിസിക്കലി ഇറങ്ങി അവരുടെ കൂടെ ഇരുന്ന് സമയം ചെലവഴിച്ച് സംസാരിച്ച് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആ വീടിന്റെ കല്ല് നമ്മൾ ചുമക്കണം, ആ വീടിന്റെ തറയിൽ നമ്മൾ മണ്ണിടണം. അങ്ങനെ ഉണ്ടല്ലോ, ഫിസിക്കലി ഇറങ്ങണം. ആ ഒരു സംഭവം ഇല്ലാത്ത ഏതൊരു ബിസിനസ്മാനും ഒരു സ്റ്റേജിലെത്തിയാൽ ഈസ്റ്റേൺ പാരഡോക്സ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ സന്തോഷത്തിന് വേണ്ടിയുള്ള അധാർമികമായ അന്വേഷണത്തിൽ ജീവിതത്തിൽ വീണു. അവിടെയാണ് വേറെ പെണ്ണ് കെട്ടലും, വേറെ പെണ്ണ് പിടിക്കലും, കഞ്ചാവടിക്കലും, ബാറിൽ പോലും ക്ലബിൽ പോലും ചൂതാട്ടം ചെയ്യലും, അങ്ങനെ പലതിലായിട്ട് പെട്ടുപോവുക ചെയ്യാം. അയാൾ ജീവിതത്തിൽ നാശത്തിന്റെ പാതയിലാണ്. വിഷൻ വേണം, പക്ഷെ ആ വിഷന് സ്ട്രോങ് പർപ്പസ് വേണം. അല്ലെങ്കിൽ വിഷൻ സെറ്റ് ചെയ്താലും നമുക്ക് തോന്നുന്നത് എന്തിനാ, ആർക്കാപ്പ്, അത്യാവശ്യം പൈസ ഉണ്ടല്ലോ, നമുക്ക് ട്രാവൽ ചെയ്ത് അടിച്ചു പൊളിക്കാന്നേ. എത്ര അടിച്ചു പൊളിക്കും? നമ്മളൊരു ചങ്ങായി ഉണ്ടോ, അവന് ജപ്പാന് പോകും, ഒരു മൂടിട്ടില്ല. യൂറോപ്പ് ടിക്കറ്റ് എടുക്കും, ഒരു മൂടിട്ടില്ല. തായ്ലൻഡ് ടിക്കറ്റ് എടുക്കും, ഒരു മൂടിട്ടില്ല. വീട്ടിൽ ടിക്കറ്റ് എടുക്കും, ഒരു മൂടിട്ടില്ല. നേരെ അമേരിക്ക ടിക്കറ്റ് എടുക്കും, പൈസ ഉണ്ട്. പിരാന്താണ്. ജീവിതത്തിൽ ലക്ഷ്യബോധമില്ല, സാമൂഹ്യബോധമില്ല. പൈസ ഉണ്ടായിട്ട് കുടുങ്ങും. ഇത് രണ്ടും ഇല്ലാത്തവന് പൈസ ഉണ്ടായ കുടുങ്ങും. അതാണ് നിങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരം. ഒരു ബിസിനസ് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ഒരു ഗോൾ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഇതിലേക്കാണ് ദിസ് ഇസ് ദി എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. അത് സാമൂഹ്യബോധം ആയിരിക്കണം, അത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആയിരിക്കണം, പേഴ്സണൽ ആവരുത്. എനിക്ക് തിന്നാനും എനിക്ക് ഇതാക്കാനും എനിക്ക് വീട് വെക്കാനും ആവരുത് ബിസിനസ് ചെയ്യുന്നത്. അതല്ല.